ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഞണ്ട് റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. അപ്പം ഞാനിവിടെ ഞണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു വലിയൊരു സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സവാള അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് കാന്താരിയുടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാന്താരിയുടെയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ട് വന്നപ്പോൾ കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു തക്കാളിയുടെ നമുക്ക് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നാരങ്ങാനീരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. 2-3 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ അടപ്പ് തുറന്നിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അടച്ച് വെച്ച് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്യാം. ലാസ്റ്റ് ഗരം മസാലയോടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല ഹെൽത്തി റെസിപ്പികൾ കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാവായോ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്